തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ അവഹേളനത്തിനും അപമാനത്തിനും ഇരയായ ബിന്ദുവിനെ സഹായിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഞാൻ പറഞ്ഞാൽ പലർക്കും നെറ്റി ചുളിയും, അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് കള്ളമാണെന്ന് തോന്നും. ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ആത്മാഭിമാനത്തോടുകൂടി തന്നെ പറയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഓഫീസും ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ആ പോലീസുകാരനെയും അയാൾക്കൊപ്പം നിന്ന പോലീസുകാരെയും നിയമ നടപടിക്ക് വിധേയരാക്കാൻ സർക്കാർ തീരുമാനിച്ചതും നാഴികയ്ക്ക് അതല്ലെങ്കിൽ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പേരൂർക്കട സബ് ഇൻസ്പെക്ടറെ തൂക്കി ദൂരെ കളഞ്ഞതും. എന്തേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൊറിച്ചിൽ വരുന്നുണ്ടോ? ആ SIയെ തൂക്കി ദൂരെ കളഞ്ഞത് എന്തുകൊണ്ടാണ്? പേടിച്ച് നാണം കെട്ട് വീട്ടിൽ പോയിരുന്ന ദളിത് സ്ത്രീയെ വിളിച്ചിറക്കി നിങ്ങൾ പരാതി കൊടുക്കണം. നിങ്ങൾക്ക് നീതി നടപ്പിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെയുണ്ട്, ഒരു DGP ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ആരാണ്? സഖാവ് കിഷോർ, അഡ്വക്കേറ്റ് SV കിഷോർ ആണ് അവിടെ നിന്ന് അവരെ വിളിച്ചിറക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവർ പറഞ്ഞു P ശശി പരാതി വാങ്ങി മേശപ്പുറത്തേക്ക് ഇട്ടുവെന്ന്. P ശശി മേശപ്പുറത്തേക്ക് പരാതി ഇട്ടു എന്ന് പറഞ്ഞു. നിങ്ങളെ ഒരു പരാതി കൊടുത്താൽ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തും, അത് സ്വാഭാവികമാണ് എന്ന് P ശശി അവരോട് പറഞ്ഞു. അത് വാസ്തവമാണ്, അങ്ങനെ അല്ലാതെ പിന്നെന്ത് പറയും? പക്ഷേ പോലീസ് സ്റ്റേഷനിൽ അവർ നേരിട്ട പീഡനങ്ങളെ കുറിച്ച് ആ സഖാവ് P ശശിയെ ധരിപ്പിച്ചു. അതിനുശേഷം നടന്നതാണ് ആ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടി. കൃത്യമായും അവിടെ ഇടപെട്ടതാരാണ്? CPM നേതാവാണ്. 2005 കാലഘട്ടത്ത് തിരുവനന്തപുരത്ത് SFI ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് SV കിഷോർ എന്ന് പറയുന്ന CPM ലോക്കൽ കമ്മിറ്റി അംഗം. ഇപ്പോ ബിന്ദുവിന് വേണ്ടി കേസ് നടത്തുന്നതും ആ സഖാവ് തന്നെയാണ്, CPM കാരനാണ്. ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഒരു ചൊറിച്ചിലുണ്ട്, CPM കാരൊക്കെ അങ്ങ് പോഴന്മാരാണെന്ന്, അല്ലെങ്കിൽ ഈ ബിന്ദുവിനെ അടച്ചാക്ഷേപിച്ചത് P ശശിയാണ്, മുഖ്യമന്ത്രിയാണെന്നൊക്കെ. നിങ്ങൾ മറുനാടൻ വായിച്ചായിരുന്നു ഇന്നത്തെ? മറുനാടൻ മലയാളി എപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം തൊടുത്തുവിടുന്ന ആളുകളാണല്ലോ. ഷാജൻ സ്കറിയ എപ്പോഴും പിണറായി വിജയനെതിരെ വാളോങ്ങുന്ന വ്യക്തിയാണല്ലോ. ഷാജൻ സ്കറിയ എഴുതിയല്ലോ, ഷാജൻ സ്കറിയയെ ഷർട്ടിടാതെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ സൈബർ പോലീസിനെതിരെ നടപടിയെടുത്തത് ആരാണെന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് DGP വിളിച്ച് ശാസിച്ചു. ഭാരതീയ നിയമസംഹിതയുടെ 47-ാം വകുപ്പ് അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്തിന് അവിടെ പോയി, നിങ്ങൾ എന്തിന് അയാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. എന്നിട്ട് DGP സർക്കുലർ ഇറക്കി മുഖ്യമന്ത്രിയുടെ നിർബന്ധ പ്രകാരം, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം. ഇതൊക്കെ മറുനാടൻ മലയാളി എഴുതി. മറുനാടൻ മലയാളിക്ക് സത്യം എഴുതാൻ അറിയാം. സത്യം എഴുതുന്ന വ്യക്തിയാണ് ഷാജൻ സ്കറിയ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇക്കാര്യം പൂഴ്ത്തി വയ്ക്കാമായിരുന്നു, മുഖ്യമന്ത്രിയുടെ പേര് പറയാതിരിക്കാമായിരുന്നു ആ വാർത്തയിൽ. മുഖ്യമന്ത്രി പറയാതെ DGP അങ്ങ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു എന്ന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു, തന്നെ ഷർട്ടിടാതെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയ വാർത്തയറിഞ്ഞിട്ട് മുഖ്യമന്ത്രി DGPയെ വിളിച്ചു പറഞ്ഞു, അത് ശരിയായ നടപടിയല്ല, അത് ശരിയായ നടപടിയല്ല, നിങ്ങളുടെ പോലീസിനെ താക്കീത് ചെയ്യണം, ഇങ്ങനെയൊക്കെ നിയമവ്യവസ്ഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉത്തരവിറക്കിച്ചു. 10 ദിവസം മുമ്പാണ് ഷാജൻ സ്കറിയക്കെതിരെ നടപടി ഉണ്ടായത്. 10 ദിവസത്തിന് മുമ്പ് തന്നെ DGP ഈ ഉത്തരവിറക്കി, കർശന നിർദ്ദേശം കൊടുത്തിരുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിന്, എന്തുകൊണ്ട് എന്ന കാര്യം അറിയിക്കണമെന്ന്. ആ ഉത്തരവ് പോലും ലംഘിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തത്. അറിയാമോ നിങ്ങൾക്ക്? അപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു ബിന്ദുവിന് നീതി ഉറപ്പാക്കാൻ. ബിന്ദുവിനോട് എന്തൊക്കെ ക്രൂരതയാ കാണിച്ചത് ഈ പോലീസുകാർ, വനിതാ പോലീസുകാർ. ആ യുവതിയെ വിവസ്ത്രയാക്കി, ആ യുവതിയോട് കാര്യം ധരിപ്പിച്ചില്ല, അവർക്ക് ഭക്ഷണം കൊടുത്തില്ല, അവരോട് അതിക്രൂരമായി നീചമായി പെരുമാറി, അവരെ കള്ളി എന്ന് മുദ്രകുത്തി, അവരുടെ പെൺമക്കളെ കേസിൽ പ്രതി ചേർക്കുമെന്ന് പറഞ്ഞു, അവരുടെ വീട്ടിൽ പാതിരാത്രി തെളിവെടുക്കാൻ കൊണ്ടുപോയി. ഇതൊക്കെ ക്രൂരതയാണെന്ന് തിരിച്ചറിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അത് തെളിയിച്ചു കൊടുത്തത് ഒരു സഖാവാണ്. അതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തത് ഒരു സഖാവാണ്. നമുക്കറിയാം, 1 എന്നൊരു സിനിമയുണ്ട്, മമ്മൂട്ടി ചിത്രം, കണ്ടിട്ടുണ്ടാകും. അതിലൊരു പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടിരുത്തി, മ്യൂസിയം സ്റ്റേഷനാണ് കാണിക്കുന്നത്, പിടിച്ചുകൊണ്ടിരുത്തി ഒരു മോഷണ കുറ്റം ആരോപിക്കുന്നുണ്ട്. അതേ സംഭവം തന്നെയാണ്, അതേ പ്ലോട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നടന്നിരിക്കുന്നത്. അതേ സംഭവം തന്നെയാണ്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റേഷനിൽ പോയില്ലെന്നേ ഉള്ളൂ. സ്റ്റേഷനിൽ പോയില്ല മുഖ്യമന്ത്രി, പക്ഷേ സ്റ്റേഷനിലെ കൃത്യം ഓഫീസർമാരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ വിളിച്ചു നിർത്തി ശാസിക്കുന്നത് പോലെ തന്നെയായിരുന്നു ഓരോ നടപടിയും. അതിന് കൃത്യതയുണ്ടായിരുന്നു.
അതാണ് മുഖ്യമന്ത്രി. അല്ലാതെ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു ദളിത് യുവതിയെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് മോഷണക്കുറ്റം ആരോപിച്ച് അവിടെ അങ്ങ് വിലസിക്കളയാമെന്ന് ഏതെങ്കിലും പോലീസുകാരൻ വിചാരിച്ചാൽ അവന് കുഴലൂതുന്ന സർക്കാരല്ല, അല്ലെങ്കിൽ അവന് കുഴലൂതുന്നവരല്ല ഇവിടുത്തെ ഇടത് സർക്കാർ എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ നിന്ന് ആ ബിന്ദു എന്ന് പറയുന്ന യുവതിയെ നിങ്ങൾ ഭയന്നിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് നീതി നടപ്പിലാക്കാൻ ഇവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, നമുക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാമെന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത് ഒരു CPM നേതാവ്. പരാതി തയ്യാറാക്കുന്നത് അഡ്വക്കേറ്റായ അദ്ദേഹം തന്നെയാണ്. ആ കിഷോറാണ് പരാതി തയ്യാറാക്കി കൊണ്ട് പരാതി കൊടുക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കുന്നത്. ആലോചിച്ച് നോക്കുക. ഇപ്പൊ ബിന്ദു പറയുന്നുണ്ടല്ലോ, ഇനി വേണ്ടത് എന്താണ്? വ്യാജ പരാതി കൊടുത്ത ആ ഓമനക്കെതിരെ നടപടി, അവർക്കെതിരെ നടപടി വേണം. അതുപോലെ അവരുടെ മകൾ സംശയ നിഴലിലാണ്, അവരുടെ മകളായിരിക്കാം എടുത്തത്. ഈ മാല വീട്ടിലുണ്ടായിരുന്നിട്ട് മാല കണ്ടെത്തിയതിനു ശേഷവും അത് പോലീസ് സ്റ്റേഷൻ അറിയിച്ചതിന് ശേഷവും ഈ സ്ത്രീയെ ബിന്ദുവിനെ സ്റ്റേഷനിൽ ഇരുത്തിയത് എന്തിനാണ് എന്ന് ചോദ്യം വന്നു. അപ്പോൾ ആ സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥർ, ഒരു കോൺസ്റ്റബിൾ, അവരൊക്കെ ഇതിനകത്ത് പ്രതികളാകും. ഈ സ്ത്രീയെ പീഡിപ്പിച്ചതിന് SC/ST നിയമം അനുസരിച്ച് കേസെടുക്കും. ഇതിനൊന്നും ഒരു തർക്കവുമില്ല. നിയമത്തിന്റെ വഴിയെ തന്നെ പോകും. ഇതൊക്കെ മറച്ചു വെച്ച് ഇതെല്ലാം കൃത്യമായി നടക്കുന്ന നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയുന്ന ചുമ്മാ അല്ല. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇതെല്ലാം സർക്കാരിനെതിരെ എങ്ങനെ തിരിച്ചുവിടാം എന്ന് റിസർച്ച് ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം എന്ത് മാധ്യമ പ്രവർത്തനമാണെന്ന് അറിയുന്നില്ല. ഇത് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം നേരിടുന്ന പോലീസിൽ നിന്ന് നേരിടുന്ന പീഡനങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 3000 പോലീസുകാരാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തത്. നമുക്കറിയാമല്ലോ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ. എന്നിട്ട് അത് നടക്കാതെ പോയി. ഓർമ്മയുണ്ടാകുമല്ലോ ആ സംഭവമൊക്കെ. ഒടുവിൽ അദ്ദേഹത്തിന്റെ അപ്പച്ചനും അമ്മച്ചിക്കുമൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അദ്ദേഹത്തെ അർദ്ധനഗ്നനായി പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയാണ്. ആ അവസരത്തിൽ, ആ മാനസിക സംഘർഷാവസ്ഥയിൽ പോലും അദ്ദേഹം പിണറായിക്കെതിരെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. അതും നമ്മൾ കണ്ടതാണല്ലോ. എന്നിട്ട് അദ്ദേഹം ജാമ്യം ഇറങ്ങി തിരിച്ചു വരുമ്പോഴും അദ്ദേഹം പറയുന്നത് പിണറായിക്കെതിരെയാണ് പറയുന്നത്. അതും നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ആ മനുഷ്യൻ വീട്ടിൽ വന്നു. എന്നിട്ടും ആ മനുഷ്യന് അങ്ങനെ പിടിച്ചു കൊണ്ടുപോയ സാഹചര്യം എന്താണെന്ന് ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അത് തെറ്റായ നടപടിയാണ് എന്ന് തിരുത്തിച്ചത്, DGPയെ കൊണ്ട് തിരുത്തിച്ച് ഉത്തരവിറക്കിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അതുകൊണ്ടാണ് ശ്രീ ഷാജൻ സ്കറിയ ഇന്ന് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ എഴുതിയത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ DGPയെ വിളിപ്പിച്ചു, DGP ശാസിച്ചു, എന്നിട്ട് ഉത്തരവിറക്കിച്ചു. ഇനിമേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGP ഉത്തരവ് കൊടുത്തു എന്ന്. അപ്പോൾ ഷാജൻ സ്കറിയ അങ്ങനെ എഴുതണമെങ്കിൽ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെങ്കിലും ഈ മറ്റു പത്രക്കാർ മാനിക്കേണ്ടതല്ലേ? ഷാജൻ സ്കറിയയെ പോലീസ് ഇത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പൂഴ്ത്തിവെക്കാമായിരുന്നു. പക്ഷേ സത്യസന്ധരായ ആ മാധ്യമ പ്രവർത്തകൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് എടുത്തു പറഞ്ഞ് പ്രശംസിച്ചുകൊണ്ട് എഴുതുമ്പോൾ ഇവിടെ മറ്റ് മാധ്യമ പ്രവർത്തകർ എന്താ ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കരിവാരി തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊരു നാണം കെട്ട ഏർപ്പാടാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മാത്രമല്ല, ബിന്ദുവിന്റെ അഭിഭാഷകൻ CPM-കാരനാണ്. ബിന്ദുവിനെ നിയമവ്യവസ്ഥയിലേക്ക്, അതായത് നിയമ പോരാട്ടത്തിലേക്ക് മുന്നിട്ട് നയിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയതും CPM നേതാവാണ്. അത് ഓരോ CPM-കാരനും ഇടത് മുന്നണി സർക്കാരിനും അഭിമാനത്തോടുകൂടി മുന്നോട്ട് എടുത്തു പറയാവുന്ന നേട്ടം തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. ബിന്ദുവിന് നീതി ലഭ്യമാവുക തന്നെ ചെയ്യും. അത് ഇടതു മുന്നണിയുടെ ഉറപ്പാണ്, CPM-ന്റെ ഉറപ്പ് തന്നെയാണ്. അതിന്റെ തെളിവാണ് ആ പോലീസുകാരന് കിട്ടിയ സസ്പെൻഷൻ.